പ്രൊഫൈലിലേക്ക് മെസ്സേജ് വന്നവർ മാത്രമേ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ആശ്വാസം എന്ന നിലയിൽ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ PSC വർക്ക് ചെയ്യുന്ന ഒരു സാറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് മെസ്സേജ് വരുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും ഇതൊരു പൂർണ്ണമായ ലിസ്റ്റോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഉള്ളൂ എന്നുള്ളതല്ല. PSC ഉദ്ദേശിക്കുന്നത് ഈ LGSൻ്റെ ലിസ്റ്റിലേക്ക് ഒരുപാട് ഡിഗ്രിക്കാർ വന്നിട്ടുണ്ടാകും. അതായത് കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് ഗ്രേഡിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഡിഗ്രിക്കാരുണ്ടായിരുന്നു, അവർ ജോലിക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും ഡിഗ്രിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടാകുന്നൊരു സംശയം PSCക്കുണ്ട്. അതുകൊണ്ടാണ് അവർ മുൻകൂർ PSCക്ക് ഒരു ഇത്ര എണ്ണം ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ വേണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ കുറേശ്ശെയായിട്ട് ആൾക്കാർക്ക് ഇപ്പോൾ പ്രൊഫൈലിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മെസ്സേജ് അനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതേപോലെ ഇപ്പം സത്യവാങ്മൂലം കൊടുക്കുമല്ലോ ഡിഗ്രി ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ കുറേ ആൾക്കാർ ഡിഗ്രി ഇപ്പോൾ മുൻകൂട്ടി സത്യവാങ്മൂലം കൊടുക്കാൻ നേരത്ത് PSCക്ക് അറിയാം ആരൊക്കെ തന്നിട്ടുണ്ട് ആരൊക്കെ തന്നില്ല എന്നറിയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ അത് വെച്ചാൽ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കാര്യം ചിലപ്പോൾ വെരിഫൈ ചെയ്യുമായിരിക്കാം റാങ്ക് ലിസ്റ്റിന് മുമ്പായിട്ട്. അപ്പോൾ അവർക്ക് ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടും ഒരു ഉദ്ദേശം കാണും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ നിലവിൽ ജോലിയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ജോലിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ LGSൻ്റെ ഈ മെസ്സേജ് വന്നെങ്കിൽ പോലും അവർ റിപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ അവർ PSCയുടെ എണ്ണത്തിൽ നിന്നും ഒഴിവാവുകയാണ് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെയല്ലല്ലോ. നേരത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഷോർട്ട് ലിസ്റ്റിൽ നിലവിൽ ജോലിയുള്ളവരുണ്ടാവും, LGS ജോലിയോട് താല്പര്യമില്ലാത്തവരുണ്ടാവും, ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ആ എണ്ണം PSCക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ കൃത്യമായൊരു എണ്ണം PSCയുടെ മുമ്പിൽ വേണം എന്നുണ്ട്. ആ എണ്ണം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ റിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഈ ഡിഗ്രി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവർ പരിശോധിക്കും. കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ LGSൻ്റെ പരീക്ഷയ്ക്ക് ശേഷം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഡിഗ്രി എക്സാം എഴുതിയവരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഡേറ്റിൽ ഡിഗ്രി ഇല്ലായിരുന്നു എന്നുള്ളതെന്നുകൊണ്ട് നമ്മൾ സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു പൂർണ്ണമായ ലിസ്റ്റ് ഒന്നുമല്ല. കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ അയച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്ക് ഇനിയും വരും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരോടും പറയണം, ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് പേർക്ക് വന്നു, ഇനിയും വീണ്ടും വരും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കണം, ഇത് പറഞ്ഞ ഡിഗ്രി ഉള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പുകളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ അപേക്ഷിച്ച സമയത്ത് ഡിഗ്രി മറച്ചു വെച്ചിട്ട് പരീക്ഷ എഴുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ പിടിവീഴും. ആ ഒരു ഉദ്ദേശം കൂടെ PSCക്ക് ഉള്ളതുകൊണ്ടാണ് ഒരു മുൻകൂർ സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞത്. കാര്യം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത് മാത്രമാണ് സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്തിട്ട് ചെന്നത്. അപ്പോൾ അവർക്ക് മുൻകൂട്ടി അത് പരിശോധിക്കാനൊന്നും പിന്നീട് പരിശോധിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മുൻകൂർ നമ്മളോട് സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞത്. അത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉറപ്പായിട്ടും നോക്കും. നോക്കിക്കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡീബാർ ചെയ്ത് കളയും. പിന്നെ ഒരിക്കലും PSC പരീക്ഷ ജീവിതത്തിൽ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായില്ലേ, ഈ പ്രൊഫൈലിൽ മെസ്സേജ് നിലവിൽ വന്നവർ മാത്രമല്ല, ഇനിയും മെസ്സേജുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ടെൻഷനൊക്കെ മാറ്റി വെച്ച് അടുത്ത പ്രിലിംസിന് വേണ്ടി കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് എനിക്കറിയാം, എൻ്റെ ഗ്രൂപ്പിൽ തന്നെ അല്ലാതെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു അറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പ്രൊഫൈലിൽ ഇനിയും മെസ്സേജുകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു അറിവ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.